കണ്ണൂർ പയ്യന്നൂർ കുഞ്ഞരുവിൽ RSS പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിൽ 4 CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. RSS പ്രവർത്തകൻ AK ഉണ്ണികൃഷ്ണന്റെ വീട് ആക്രമിച്ച കേസിലാണ് പ്രതികളെ വെറുതെ വിട്ടത്. CPM പ്രവർത്തകൻ ധനരാജിന്റെ 1ാം ചരമദിനത്തിലായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി സൈഫുള്ള ചേർന്നു. സൈഫുള്ള, എന്ത് കാരണത്താലാണ് ഈ 4 CPM പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടത്? അതുല്യ 2017 ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. പയ്യന്നൂരിലെ DYFI നേതാവായിരുന്ന ധനരാജിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അവിടെ പയ്യന്നൂരിൽ CPMന്റെ അനുസ്മരണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ DYFI BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നു. DYFI പ്രവർത്തകന്റെ വീട് ആദ്യം ആക്രമിച്ചു. അതിനുശേഷമാണ് RSS പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. AK ഉണ്ണികൃഷ്ണന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ആ കേസിലാണ് 4 CPM പ്രവർത്തകരായ പ്രതികളെ കോടതി വെറുതെ വിട്ടത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് നടപടി എന്ന് പറയുന്നത്. ഈ വെല്ലൂർ കോറമ്മൽ താമസിക്കുന്ന താമസക്കാരനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറായിരുന്നു. മാരകായുധങ്ങളായി DYFI CPM പ്രവർത്തകർ വീട്ടിലെത്തി വീട്ടിലെ അടിച്ച് തകർത്തു. 6 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ, വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ച് തകർത്തതിൽ 6 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് കേസിൽ പറഞ്ഞത്. ആ കേസിലാണ് സാഹചര്യ തെളിവുകൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കോടതി വെറുതെ വിട്ടത്. എല്ലാവരും സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നാണ് കോടതി പറഞ്ഞത്. കൃത്യമായി തെളിവുകൾ ഹാജരാക്കിയെങ്കിലും അതിനനുസരിച്ച് വാദിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. അതുല്യ.